സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായി ഇന്ന് സന്ദീപ് വാര്യർ കൂടിക്കാഴ്ച നടത്തി. രാവിലെ മലപ്പുറം കിഴിശ്ശേരിയിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ വീട്ടിലെത്തിയായിരുന്നു അദ്ദേഹത്തെ കണ്ടത്. ആത്മീയ സംഘടനയുടെ പ്രകാശ ഗോപുരമെന്നാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെക്കുറിച്ച് സന്ദീപ് വാര്യർ പറഞ്ഞത്. സമസ്ത മുഖപത്രം സുപ്രഭാതത്തിൽ സന്ദീപ് വാര്യരെ വിമർശിച്ച LDF പരസ്യം പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെയാണ് പാലക്കാട്ടെ വോട്ടെടുപ്പ് ദിനത്തിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായുള്ള കൂടിക്കാഴ്ച. ഭരണഘടനയുടെ കയ്യെഴുത്ത് പതിപ്പ് ജിഫ്രി തങ്ങൾക്ക് കൈമാറി. ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതിയാണ് അമൂല്യമായിട്ടുള്ള സമസ്ത ആത്മീയ രംഗത്തെ സൂര്യ തേജസ് എന്ന സന്ദീപ് വാര്യർ. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആത്മീയ സംഘടനയുടെ പ്രകാശ ഗോപുരവും. നമ്മുടെ സാമുദായിക വിദ്യാഭ്യാസ രംഗത്ത്, ഇവിടുത്തെ മതപരമായ രംഗത്ത്, ആത്മീയ രംഗത്തൊക്കെ ഒരു സൂര്യ തേജസ്സായി നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ് സമസ്ത. ആ സമസ്തയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിത ശ്രേഷ്ഠനാണ്. അപ്പോൾ അദ്ദേഹത്തോട് അങ്ങേയറ്റത്തെ ആദരവാണുള്ളത്. രാജ്യത്ത് നന്മ ചെയ്യുന്ന എല്ലാവരെയും സ്വീകരിക്കുമെന്നായിരുന്നു കൂടിക്കാഴ്ചയിൽ സമസ്ത അധ്യക്ഷന്റെ പ്രതികരണം. അപ്പം മതസൗഹാർദ്ദം ഇവിടെ ഊട്ടി ഉറപ്പിക്കാൻ ആവശ്യമാവുന്ന ഏതെല്ലാം മാർഗങ്ങളുണ്ടോ അതൊക്കെ സ്വീകരിക്കാതെ ഇന്ത്യ രാജ്യത്തുള്ള എല്ലാവരും ഒരു നന്മ എന്നുള്ളത് ചെയ്യണം എല്ലാവരോടും ഞാൻ പറഞ്ഞു. വോട്ടെടുപ്പ് ദിവസത്തെ കൂടിക്കാഴ്ചയെ വിമർശിച്ച CPIM രംഗത്തെത്തി. ലക്ഷ്യം സൗഹൃദ സന്ദർശനമെങ്കിൽ മറ്റൊരു ദിവസം തെരഞ്ഞെടുക്കാമായിരുന്നല്ലോ എന്ന മന്ത്രി MB രാജേഷ്. പോളിംഗിന് മുമ്പ് അതിരാവിലെ തന്നെ ഇവിടെ എത്തിച്ചതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് ഷാഫി പറമ്പിലും VD സതീശനും UDF നേതാക്കളാകുകയും വിശദീകരിക്കട്ടെ. ഇന്നലെ വരെ പോയില്ലല്ലോ. ഇനി വേണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നാളെ പോകാം. സൗഹൃദ സന്ദർശനം ആണ് ഉദ്ദേശിക്കുന്നത്, അല്ല അദ്ദേഹത്തെ പരിചയപ്പെടാനാണ് എങ്കിൽ. സന്ദീപ് വാര്യരുടെ പാണക്കാട് സന്ദർശനം മുഖ്യമന്ത്രിയും LDFും വിവാദമാക്കിയെങ്കിലും രാഷ്ട്രീയമായി ഗുണം ചെയ്തു എന്ന വിലയിരുത്തലാണ് UDFന്റേത്. ഇതിന് പിന്നാലെയാണ് സമസ്ത അധ്യക്ഷനുമായുള്ള സന്ദീപ് വാര്യരുടെ കൂടിക്കാഴ്ച. 24 മലപ്പുറം.